എന്താ ഇവിടെ ആരുമില്ലേ വീട്ടിലെ? വാതിലൊക്കെ തുറന്നിട്ടിട്ട് ആരുമില്ല വീട്ടിൽ. വല്ല കള്ളന്മാരും കയറി അറിയോ? ഞാൻ ഇപ്പൊ രാവിലെ തുണിയൊക്കെ തിരുമ്പിട്ടേ ടെറസിൽ പോയിട്ടിട്ട് വന്നിരിക്കാം. ശരി ശരി ശരി. അമ്മ ഷോപ്പിംഗ് പോയിരിക്കുന്നു. ഷോപ്പിംഗ് പോയാ? അതെ അതെ. ശരി ശരി ശരി. അപ്പൊ അമ്മയ്ക്ക് ഫോൺ ചെയ്തില്ലേ? ഫോൺ ചെയ്ത് എന്താ സ്വിച്ച് ഓഫ് ആണ് ഫോണ്. അപ്പോൾ തിരക്കുള്ള ശബ്ദം കേൾക്കാണ്ട് ഇരിക്കാനേ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവും. ശരി. കോഫി ഉണ്ടാക്കട്ടെ ചേച്ചി? ഇല്ല ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഞാൻ എന്തായാലും അവള് വന്നിട്ട് നിന്റെ അമ്മ വന്നിട്ടേ പോണുള്ളൂ. വരുന്ന സമയം. ഇപ്പം അടുത്ത വീട്ടിൽ തന്നെ ഞാൻ ഇരിക്കണമെന്ന് വെച്ചാലും എന്താ പറഞ്ഞിട്ട് കാര്യം. എനിക്ക് ഞങ്ങൾ തമ്മിൽ കാണാനേ പറ്റാറില്ല. എനിക്ക് വീട്ടിൽ ജോലി ഒരേ ശരിയാണ്. രാവിലെ നോക്കിയാൽ എല്ലാവർക്കും ഓഫീസിൽ പോകണം, വേറെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, എല്ലാ വേലയും എനിക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ഇപ്പം നിൻ്റെ അമ്മയെ കണ്ടിട്ട് കുറേ കാലമായി, അതുകൊണ്ട് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇപ്പം സമയമായോ? വരുന്ന സമയമായി. ശരി ശരി. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ ഒരു കാര്യം, എന്താ ചെയ്തേ? നിൻ്റെ അമ്മ പറഞ്ഞു എന്നോട് ഒരു ദിവസം നിൻ്റെ അമ്മാമൻ്റെ മകൾക്ക് എന്തോ ദേഹത്തിൽ പ്രേതം ഉണ്ടെന്നോ എന്തോ പ്രോബ്ലം ഉണ്ട്, എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നോ സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? എൻ്റെ മാമൻ്റെ മകളെ പറ്റിയാലേ ചോദിക്കണം. മാമൻ്റെ മകള് പ്രേതബാധ ഉണ്ടെന്ന്. അവളും അവളുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവുള്ളേ, എല്ലാം പുഴയ്ക്ക് കുളിക്ക് പോയി. അപ്പൊ കുഴയിലെ ഏതോ ഒരു ചകൾ മരിച്ചു കിടക്കുന്നു. ആ പ്രേതം ഇവളോട് മുകളിലേക്ക് കയറി. അപ്പൊ അങ്ങനെ രാത്രിയിൽ ഉറങ്ങുമ്പോ എന്തൊക്കെയോ സംസാരിക്കുന്നു. അയ്യോ. അപ്പൊ അമ്മ എന്താ ചെയ്തു? അമ്മ എന്താ ചെയ്തു? ഏതോ ഒരു മന്ത്രവാദി അത്ര കൊണ്ടുപോയാ? അവിടെ കൊണ്ടുപോയിട്ട് ഇത് താഴത്ത് മന്ത്രിച്ച് അത് കൊടുത്തത്ര. അത് കെട്ടി. ഇപ്പൊ പ്രേതമൊക്കെ പോയി. ഇപ്പൊ സുഖമായിട്ട് ഇരിക്കാവും. ഇപ്പൊ പ്രേതബാധയൊന്നും ഇല്ല, പ്രോബ്ലം ഒന്നും ഇല്ല, ഉറക്കത്തിലൊന്നും ഇല്ല. ഇപ്പൊ നോർമൽ ആയിട്ടുണ്ട്. ശരി ശരി. ഇപ്പൊ താഴത്തിന്റെ ബലമൊക്കെ പോയിട്ട് പിന്നെയും പ്രേതബാധ വന്നാൽ എന്ത് ചെയ്യും? ആ വളമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വന്നാൽ എന്താ ചെയ്യാ? പിന്നെ ആ കഴുത്തില് താലി കെട്ടാം, പിന്നെ സുഖമായിട്ട് ജീവിക്കാം. അത് ശരി. അത്രേ ഉള്ളൂ. നീ എവിടെ വരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി ശരി, ഞാൻ അമ്മോട് പറയാട്ടോ. എവിടെ വരണമെന്ന് മനസ്സിലായി എനിക്ക്. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അമ്മാവന്റെ പറയൂ. അമ്മാവൻ്റെ അടുത്താ? അത് പറയാം, ഞാൻ റെക്കമെൻഡ് ചെയ്യാം. കാപ്പി കൊണ്ടുവരാം. നല്ല കോഫി ആയിരിക്കണം, എന്നാലേ ഞാൻ റെക്കമെൻഡ് ചെയ്യൂട്ടോ.